ജയലളിതയുടെ ഉടമസ്ഥതയിലുള്ള കോടനാട് എസ്റ്റേറ്റിലെ സെക്യൂരിറ്റിയെ കൊന്നതിലും രേഖകൾ കവർന്നതിലും ആരോപണവുമായി മോഷണക്കേസിലെ രണ്ടാം പ്രതി തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് വേണ്ടിയാണ് കൃത്യം നടത്തിയതെന്ന് മലയാളിയും കേസിലെ പ്രതിയുമായ കെ.വി. സയൻ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ കേസിലെ ഒന്നാം പ്രതിയും സയന്റെ ഭാര്യയും മകളുമെല്ലാം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വിവാദമായ കോടനാട് എസ്റ്റേറ്റിലെ മോഷണവും പിന്നാലെയുണ്ടായ ദുരൂഹ മരണങ്ങളിലുമാണ് വെളിപ്പെടുത്തലുമായി രണ്ടാം പ്രതി സയൻ രംഗത്തെത്തിയത്. എസ്റ്റേറ്റിലെ മുൻ ഡ്രൈവറായ കനകരാജ് തങ്ങളെ സമീപിച്ച് പണം മോഷ്ടിക്കാൻ ഒപ്പം ചേരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എസ്റ്റേറ്റിലെ ചില രേഖകൾ കൈക്കലാക്കുകയായിരുന്നു മോഷണത്തിന് പിന്നിലെ ഉദ്ദേശമെന്നും പ്രതിയായ കെ.വി. സയൻ പറഞ്ഞു. 5 കോടി രൂപ കരാറിനായിരുന്നു മോഷണം നടത്തിയത്. 2017 ഏപ്രിൽ മാസം 23-ന് കോടനാട് എസ്റ്റേറ്റിലെത്തിയ സംഘം സെക്യൂരിറ്റിയെ കെട്ടിയിട്ട് മോഷണം നടത്തുകയായിരുന്നു. എന്നാൽ പണത്തിനായുള്ള മോഷണമെന്ന വ്യാജേന ജയലളിതയുടെ ഉടമസ്ഥയിലുള്ള കോടനാട് എസ്റ്റേറ്റിൽ നിന്നും സുപ്രധാനമായ ചില രേഖകൾ കൈക്കലാക്കിയതായും അത് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് വേണ്ടിയായിരുന്നുവെന്നും സയൻ ആരോപിക്കുന്നു. ഞാൻ വരുന്നത് കനകരാജ്. ഈ സംഭവം നടക്കുന്നതിൽ ഒരു 4 വർഷം മുന്നേ ക്ലോസ് ഫ്രണ്ട്സാണ് അവർ. പിന്നെ പോലൊരു അവിടെ കുറച്ച് ഡോക്യുമെന്റ്സ് എടുക്കണം, അപ്പം അതിന് വേണ്ടി കുറച്ച് ആളുകളെ സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കനകരാജെന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ 10 പേരെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോകുന്നത്. അത് നമ്മുടെ CM ബാക്കിലുണ്ട്, നിങ്ങളൊന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞു. എടപ്പാടി പളനിസ്വാമി ബാക്കിലുണ്ട്. അതുകൊണ്ട് മോഷണത്തിന് പിന്നാലെ നിരവധി ദുരൂഹ മരണങ്ങളാണ് ഉണ്ടായത്. സേലത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഒന്നാം പ്രതി കനകരാജ് കൊല്ലപ്പെട്ടു. തൊട്ടടുത്ത ദിവസം സയനും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. ഇതിൽ സയന്റെ ഭാര്യയും 5 വയസ്സുള്ള മകളും മരിച്ചു. പിന്നാലെ കോടനാട് എസ്റ്റേറ്റിലെ CCTV ഓഫീസർ ദിനേശ് ആത്മഹത്യ ചെയ്തു. മോഷണക്കേസിലെ പ്രതികളായ വാളയാർ മനോജിന്റെയും സയന്റെയും വെളിപ്പെടുത്തലുകൾ ഇന്ത്യ ഹെഡ് എഡിറ്റർ മാത്യു സാമുവലാണ് പുറത്തുവിട്ടത്. വൈകാതെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമെന്നും മാത്യു സാമുവൽ അവകാശപ്പെട്ടു. മീഡിയ 1 ഡൽഹി.